അച്ചമ്മയോട് പിണങ്ങിയിരിക്കുന്ന സച്ചിനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. പിന്നീട് കുടുംബക്ഷേത്രത്തിൽ നിന്നും വഴിപാട് കഴിച്ചതിന്റെ പ്രസാദവും മധുര പലഹാരങ്ങളും അച്ചമ്മ രേവതിനെ ഏൽപ്പിക്കുന്നു. തുടർന്ന് അച്ചമ്മ വർഷേനെ പിടിച്ചിരുത്തുകയും കൊച്ചുമക്കളോട് വിശേഷങ്ങളൊക്കെ തിരക്കുകയും ചന്ദ്രമതിനെ കളിയാക്കുകയും ചെയ്യുമ്പോൾ ചന്ദ്രമതി ചമ്മിപ്പോവുകയും അമ്മേനെ വിളിച്ചു വരുത്തിയ രേവതിക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നു. തുടർന്ന് കുടുംബക്ഷേത്രത്തിൽ പൂജിച്ച സാരി അച്ചമ്മ വർഷയ്ക്ക് കൊടുക്കുമ്പോൾ ഈ വീട്ടിൽ ആദ്യമായി അച്ചമ്മയാണ് എനിക്ക് ഡ്രസ്സ് വാങ്ങി തരുന്നതെന്ന് പറഞ്ഞ് വർഷ അച്ചമ്മേനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. തുടർന്ന് എനിക്ക് സമ്മാനം വേണമെന്ന് പറയുന്ന ശ്രീകാന്തിനെ അച്ചമ്മ തല്ലുമ്പോൾ ശ്രീകാന്ത് അച്ചമ്മേനെ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കുന്നു. തുടർന്ന് സച്ചിയെ തിരക്കുന്ന അച്ചമ്മയോട് സച്ചിയേട്ടൻ പിണക്കത്തിലാണെന്ന് രേവതി പറയുമ്പോൾ അവന്റെ പിണക്കം മാറ്റാൻ എനിക്കറിയാമെന്ന് പറഞ്ഞ് അച്ചമ്മ ഉണ്ടാക്കിക്കൊണ്ടുവന്ന കേസരി എടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നു. ഇതേസമയം അച്ചമ്മ ഉണ്ടാക്കിയ കേസരിയുടെ മണം അടിച്ച് കൊതി സഹിക്കാനാവാതെ സച്ചി ഹാളിലേക്ക് ഓടിച്ചെല്ലുകയും തുടർന്ന് അച്ചമ്മയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് തിന്നുകയും രേവതിക്ക് കൊടുക്കുകയും നല്ല ടേസ്റ്റ് ആണെന്നും പറയുന്നു. തുടർന്ന് എനിക്ക് നിന്നോടുള്ള ദേഷ്യം മാറിയില്ലെന്നും ഇവൻ ആശുപത്രിയിലാണെന്ന് നീ എന്നെ അറിയിച്ചില്ലല്ലോ എന്നും അച്ചമ്മ പരിഭവം പറയുകയും നിന്റെ അമ്മ നിന്നെ കാണുന്നത് പോലെയല്ല ഞാൻ എൻ്റെ മകനെ കാണുന്നതെന്നും ഇവൻ എൻ്റെ ജീവനാണെന്നും ഇനി നീ എന്നിൽ നിന്നൊന്നും മറച്ചു വെക്കില്ലെന്നും അച്ചമ്മ പറയുന്നു. ശേഷം ഇനി ആരെങ്കിലും ഈ വീട്ടിൽ നടക്കുന്നത് എന്നോട് പറയാതെ മറച്ചു വെച്ചാൽ ഇവന് കിട്ടിയതുപോലെ നിങ്ങൾക്കും കിട്ടുമെന്ന് അച്ചമ്മ പറയുന്നു. പിന്നീട് അച്ചമ്മേനെ കാര്യങ്ങൾ അറിയിച്ചതിന് ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുമ്പോൾ മോൾ അച്ചമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞത് നന്നായി എന്ന് രവീന്ദ്രൻ പറയുന്നു. ഇത് കേട്ട് അവിടെ എത്തുന്ന അച്ചമ്മ ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു. ശേഷം അച്ചമ്മ അവിടെ എത്തുന്ന ശ്രീകാന്തിനെ വർഷനെ ഉപദേശിക്കുന്നു. പിന്നീട് എല്ലാവരും ആഹാരം കഴിക്കാൻ വരുമ്പോൾ എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലമില്ലെന്നും സച്ചി പിന്നെ ഇരുന്നാൽ മതിയെന്നും ചന്ദ്രമതി പറയുമ്പോൾ അത് പറ്റില്ലെന്നും എല്ലാവരും ഒന്നിച്ച് കഴിച്ചാൽ മതിയെന്നും സ്ഥലമില്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് പോയിരുന്നോളാനും അച്ചമ്മ പറയുന്നു. ശേഷം ആഹാരം കഴിക്കാൻ അച്ചമ്മ രേവതിനെ പിടിച്ചിരുത്തുകയും രേവതിയെ ദേഷ്യത്തോടെ നോക്കുന്ന ചന്ദ്രമതിയോട് 3 മരുമക്കളെ നീ ഒരുപോലെ കാണണമെന്നും അവനവന് വേണ്ടത് അവനവൻ എടുത്ത് കഴിക്കാനും അച്ചമ്മ പറയുന്നു. ശേഷം എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ട് അച്ചമ്മയ്ക്ക് സന്തോഷമാകുന്നു. തുടർന്ന് ഇങ്ങനെ ഒന്നിച്ചിരുന്നാൽ സ്വസ്ഥമായി ഭക്ഷണം കഴിക്കാൻ പറ്റില്ലെന്ന് പറയുന്ന ചന്ദ്രമതിക്ക് സച്ചിയും അച്ചമ്മയും കണക്കിന് കൊടുക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.